നമസ്കാരം. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമുക്ക് ഒരു മലയാളിയെ കാണാം എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ഏത് രാജ്യത്തും ആദ്യം വരുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പിന്നാലെ വരുന്നവർ അനുഭവിക്കുന്നില്ല. ഇന്ന് ഓസ്ട്രിയയിൽ ആദ്യമായി എത്തിയ ഒരു കൂട്ടം മലയാളികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പേരെന്താണ്? എൻ്റെ പേര് തോമസ് മുക്കൻതോട്ടം. ഓക്കെ. ഓസ്ട്രിയയിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ 71 വന്നു ഇവിടെ എത്തിയതാണ്. നമ്മൾ നാട്ടിലെ ഈ 43 കൊല്ലങ്ങൾക്ക് മുമ്പ് സാധാരണ നമ്മൾ വിചാരിക്കുമ്പോൾ ബോംബെയിൽ പോവാം, അതൊക്കെ വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ഡൽഹിയിൽ പോവാം. എന്തുകൊണ്ടാണ് ഓസ്ട്രിയയിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചത്? എനിക്കിവിടെ വരുന്നു പഠിക്കാനായിട്ട് ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഓസ്ട്രിയയിൽ നിന്നൊരു സ്കോളർഷിപ്പ്. അപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ അവിടെ MSc ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കോളേജ് ലെക്ചറായിരുന്നു. ആ സമയത്ത് ഇവിടെ നിന്ന് ഒരു സ്കോളർഷിപ്പ് കിട്ടി. അതിൻ്റെ ബേസിൽ ഞാൻ ഇവിടെ വന്നു ഡോക്ടറേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ ശ്രമിക്കാതെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഓസ്ട്രിയ തിരഞ്ഞെടുത്തു, ശ്രമിച്ചു എന്നുള്ളതാണ്. അതെ, ഞാൻ പല സ്ഥലങ്ങളിലേക്ക് എഴുതിയായിരുന്നു. ഇവിടെ നിന്നാണ് മറുപടി ആദ്യമായിട്ട് എനിക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടി. അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ എത്തി. ഓക്കെ. ഓസ്ട്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ കോളേജ് ലെക്ചറായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെയാണല്ലോ നമ്മുടെ പ്രധാനമായ ഭാഷകൾ. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ ഇംഗ്ലീഷ് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എങ്ങനെയാണ് ആ കടമ്പ കടന്നത്? ഞാൻ ഒരു മാസത്തെ ഒരു ജർമ്മൻ കോഴ്സ് പ്രൈവറ്റായിട്ട് പഠിച്ചിരുന്നു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ. ഓക്കെ. അത് വേണമെങ്കിൽ വെള്ളം വളരെ നിസ്സാരമേ ഉള്ളൂ. ആദ്യം പഠിച്ച ജർമ്മൻ വാക്ക് ഏതാണ്? ആദ്യം പഠിച്ചത് ജർമ്മൻ വാക്ക് ഇവിടെ വന്നിട്ട് ഉപയോഗിക്കേണ്ടി വന്ന വാക്ക് ഫ്രൂസ്റ്റുക്ക് എന്നാണ്. ഓക്കെ. ഓക്കെ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ നമ്മൾ കാലത്തെ കാപ്പി കുടിക്കുക എന്നുള്ള ഫ്രൂസ്റ്റുക്ക്, ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ വന്ന് നമ്മൾ അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലായോ ഇല്ലയോ? അത് പറഞ്ഞപ്പോൾ മനസ്സിലായി അവർക്ക്. പക്ഷേ അത് കൂടുതൽ അങ്ങോട്ട് സംസാരിക്കാൻ നമുക്ക് കൂടുതൽ അറിയത്തില്ലായിരുന്നു. നമ്മൾ ആ ഫ്രൂസ്റ്റുക്ക് എന്ന് പറഞ്ഞു, അവരത് കൊണ്ടുവന്ന് വെച്ച് സംഗതി തന്നു. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇത് തന്നെ അല്ല നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഇതല്ലേ ഉള്ളൂ. അല്ലല്ല, രാവിലെ ഒന്ന് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. കാരണം ഇത് എവിടെ പോയി കഴിക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ. അന്ന് ഇവിടെ വേറെ ഹോട്ടലുകളെ ഇവിടെ ഹോട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചിലവാണ്, കൂടുതലാണെന്നറിയാം. റെസ്റ്റോറൻറ്റ് കുറച്ചുകൂടെ കുറവാണെന്നറിയാം. അങ്ങനെയുള്ള അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു, വളരെ മടുത്ത് നടന്ന് അവസാനം ഒരു 11 മണി ആയപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത്. കയറി ചെന്ന് അവിടെ ഇരുന്ന് ഫ്രൂസ്റ്റുക്ക് എന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്ന് 11 മണിക്ക് എന്തോ ഇത് എന്ന് ചോദിച്ചു കാണുമില്ലേ? രാവിലെ അല്ലേ അത് ചോദിച്ചു കാണും, പക്ഷേ നമുക്ക് മനസ്സിലായില്ല. അവരെന്തോ പറഞ്ഞു, നമ്മൾ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. അല്ല, ഇത് അന്ന് വന്നപ്പോൾ ഒരു മലയാളിയും ഇല്ല. അന്ന് വന്നപ്പോൾ ഒരു മലയാളിയും പറ്റിയിട്ടില്ല, ആരും ഇല്ലായിരുന്നു ഇവിടെ. ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നാണ്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഇങ്ങ് വന്നത്. അപ്പോൾ എനിക്ക് സ്വിറ്റ്സർലൻഡിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെയും ഏതാണ്ട് ജർമ്മൻ ഭാഷയൊക്കെ ഉണ്ടല്ലോ. അവിടെ ജർമ്മൻ ഭാഷ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് വന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ആൾ ഇവിടെ ഇരിക്കുന്നു. അല്ല, ഞാൻ ജർമ്മനിയിൽ വന്നു. അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ സ്വിറ്റ്സർലൻഡിൽ ഞാൻ പഠിക്കുമായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു നേരത്തെ തന്നെ ജോലിയും കിട്ടി. എനിക്ക് ഭാഷയെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. പക്ഷെ ആദ്യമേ ഇവിടെ വന്നപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത്, ഞാൻ ഒരു കടലാസ് അല്ലേ നമുക്ക് വീണയുടെ ഒക്കെ പ്ലാനിങ് തരും. പ്ലാനിന്റെ ഒരു പ്ലാനും വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെ പോകേണ്ടിയെന്ന്. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ മാപ്പിങ്ങനെ വെടുത്തി പിടിച്ചു പലരോടും ചോദിക്കും. അതും അറിയത്തില്ല. അല്ല, മാപ്പ് ശരിക്കാ പിടിച്ചേക്കണേ, പക്ഷെ എങ്ങനെയാണ് എങ്ങോട്ടാന്ന് അറിയത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവരും ടൂറിസ്റ്റുകളായിരിക്കും, അവർക്കും അറിയത്തില്ല. അപ്പം പിന്നെ എപ്പോഴും ചെന്ന് ഈ ഒരു മിഡിലായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അറിയത്തുമില്ല. ഇപ്പം അങ്ങോട്ട് തിരിച്ചു പോണേലും അങ്ങോട്ട് പിന്നെ പുറകോട്ട് പോണേലും മുന്നോട്ട് പോണേലും ആ മിഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയത്തുള്ളൂ. ഞാനിവിടെ വന്നത് 75 വന്നതാണ്. ഞാൻ വരുമ്പോൾ ഇപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞുള്ള പുള്ളി ഈ തോമസ് ചേട്ടൻ എന്നേക്കാൾ മുമ്പുള്ള ആളാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് പുള്ളിയാണ് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നതും. പുള്ളിയുടെ ഒത്തിരി സഹായം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത്, ഇവിടെ ചില കാനോലിക തടസ്സങ്ങൾ കാരണം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ജോലി കിട്ടി. ജോലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിനെ സഹായിക്കുക എന്ന്, അതിലേക്ക് ഇടപെട്ട് വർഷങ്ങൾ വരെ കഴിഞ്ഞു. പിന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് എല്ലാം പോയി.
പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ജോലിയൊന്നും സുഖമായിട്ട് തന്നെ ജീവിക്കുന്നു. ഓക്കെ. ആദ്യമായിട്ട് ഇവിടെ വന്ന് 39 വർഷമായിട്ട് വന്ന് ഒരു മലയാളി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഇപ്പം ഇരിക്കുന്ന 2 മലയാളിയുണ്ട്. ഒരാൾ ബാക്കിൽ ഇരിപ്പുണ്ട്, 2 മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എന്ത് തോന്നി? നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് എന്നെ എയർപോർട്ടിൽ വരാനായിട്ട് ഈ തോമസ് ചേട്ടൻ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയും കൂടി വന്നാണ്, അങ്ങളും കൂടി എന്നെ കൊണ്ടുവന്നത്. ഇവരൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. പേരായിട്ടില്ല, കണ്ടിട്ടില്ലെങ്കിലും ഒരു മലയാളി ഇവിടെ ഉണ്ടെന്ന് അങ്കിൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി ഓസ്ട്രിയയിലുണ്ടെന്ന് കേട്ട കാലം. ഇപ്പം എന്ത് വിചാരിക്കുന്നു? നാട്ടിൽ മലയാളികൾ ഉണ്ടോന്ന്, നാട്ടിൽ മലയാളികളുണ്ടെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം വന്ന സമയത്ത് എയർപോർട്ടിൽ പോയി സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നു കാണത്തില്ല? ഉണ്ടോ? ഇല്ലായിരുന്നു. എയർപോർട്ടിൽ സ്വീകരിക്കാൻ ആരും ഇല്ലായിരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അവിടെ നിന്ന് എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു പോയി? എനിക്ക് ഈ അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എവിടെ ചെല്ലണമെന്നുള്ളത്. ഞാൻ ആഫ്രോ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് താമസിക്കാനായിട്ട് മുറി ഇവർ ഒരുക്കിയിരുന്നത്. എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ എനിക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് പോയാൽ മതിയായിരുന്നു. അത് കണ്ടുപിടിച്ച് പോയായിരുന്നു. ഞാൻ ഒരു ടാക്സി, എല്ലാവരും അവിടെ ഇറങ്ങിയിട്ട് ടാക്സി വിളിക്കുന്നത് കണ്ടു. ഓരോരുത്തർ ടാക്സി ഞാനും ടാക്സി വന്നു, അവർ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് പോകുന്നത്. അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. അവരെന്നെ അവിടെ കൊണ്ടേ ഇറക്കി. ഞാനിവിടെ വന്നിട്ട് 33 വർഷം കഴിഞ്ഞു. ഞാൻ വരുമ്പോഴും ഈ നാട് ഏതാണെന്നും നാട്ടിൽ ആരൊക്കെ ഉണ്ടോന്നും മലയാളീസിനെ കാണുമെന്നൊന്നും പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ എയർപോർട്ടിൽ വന്നു. അച്ഛൻ എനിക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് 2 മലയാളികളെ വിട്ടിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ കാണാത്ത 2 ആൾക്കാരായിരുന്നു. പക്ഷേ സാരി എടുത്ത് വന്നുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇതൊരു മലയാളിയാണ്. ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. വന്നു. കുറച്ച് ദിവസം ആ പുള്ളിക്കാരത്തിലെ എൻ്റെ കൂട്ടുകാരുടെ നേഴ്സിംഗ് ഹോസ്റ്റലിൽ താമസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടുത്തെ ഒരു ഓസ്ട്രിയൻ അമ്മാമ്മയുടെ കൂടെയാണ് വളരെ അധികം കാലങ്ങൾ താമസിച്ചത്. അന്ന് നമുക്ക് ഭാഷകളൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ അങ്കിള് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട് പോകും. പിറ്റേ ദിവസം വരുമ്പോൾ പഠിച്ചിട്ടുണ്ടാവണമെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ എനിക്കതൊക്കെ വളരെ ഉപകാരം ചെയ്തു. ഞാൻ ഒരു അമ്മാമ്മയുടെ അടുത്ത് താമസിച്ചത് എനിക്ക് വളരെ ഉപകാരം ചെയ്തു. ആ പുള്ളിയുടെ അടുത്ത് കൈയും കാലും ഒക്കെ എടുത്താണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ വളരെ ഭാഷയിൽ നന്നായി ശോഭിക്കാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ പുള്ളി ഇവിടെ ജോസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. ഞങ്ങൾ ഇവിടെ വെച്ച് വിവാഹം കഴിച്ചു. 30 വർഷമാകുന്നു വിവാഹം കഴിഞ്ഞിട്ട്. എങ്ങനെയോ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു പന്തികേടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞു ഭാഷ പഠിക്കാനായിട്ട് അമ്മമ്മയുടെ സഹായം കിട്ടിയെന്ന്. അതെ അതെ. തുടർന്ന് ഞാനും ഭാഷ പഠിപ്പിച്ചാണ് അത് പെട്ടെന്ന് ബ്രെയിനിൽ കയറി പോയതാണ്. മനസ്സിലായി. ഞാൻ ഭാഷ പഠിപ്പിക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അങ്കിളെ അധ്യാപകനായിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്. അവസാനം ആളെ എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അപ്പൊ ഏതായാലും ഒരാളിനെ ഇങ്ങനെ പഠിപ്പിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് താങ്കളും കുറച്ച് നല്ലപോലെ പഠിച്ചു കാണും. തീർച്ചയായിട്ടും അല്ലേ. യുകെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. 29 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ആനന്ദ് ട്രാവൽസ്. യുകെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. ഞങ്ങൾ 4 പേര് 76-ൽ. അതിക്ക് മുമ്പ് 12 പേര് ഞങ്ങളിൽ മുമ്പ് വന്നിരുന്നു. അതിൽ എൻ്റെ അച്ഛൻ്റെ മകളുണ്ടായിരുന്നു, അങ്കിളുടെ മകള്. അവരുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും സഹിക്കേണ്ടി വന്നു. തുടക്കത്തിൽ വന്നില്ല. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 4 പേര് പ്ലെയിനിൽ നിന്ന് ഇറങ്ങാതെ അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എവിടെ ഇറങ്ങണ്ടേന്നുള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളെ ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് അവിടെ എയർ ഹോസ്റ്റസ് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് ഇവിടെ ഹൗസിൽ നിന്നുള്ള ഹൗസ് ഹോംസ്കേറ്റിലാണ് ഞങ്ങൾ ജോലി ചെയ്യാൻ വന്നത്. അവിടെ നിന്നുള്ള ഡയറക്ടറൊക്കെ ഉണ്ടായി. അവർ ഞങ്ങളെ കാണാഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് പ്ലെയിനിലെല്ലാം ആൾക്കാരെല്ലാം പോയി ഇറങ്ങി. ഞങ്ങൾ 4 പേര് അവിടെ തന്നെ ഇരിക്കുക. അതിലൊരാൾ ഇവിടെ പുറകിൽ തന്നെ ഇരിപ്പുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളെ ഇറക്കി. ഞങ്ങളെ എക്സ്ട്രാ ഒരു വണ്ടി കൊണ്ടുവന്നു. വേറെ വണ്ടി വന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വന്നു. എന്നിട്ട് ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങൾ സെക്കൻഡ് ബാച്ചിൽ വന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല.
കാരണം ഭാര്യ ഞാനിവിടെ കല്യാണം കഴിച്ച് ഇവിടെ എത്തി 5-6 മാസം കൊണ്ട് എത്തി. ഇവിടെ വന്നപ്പോൾ വീടുണ്ടായി. അപ്പോൾ താമസവും കാര്യങ്ങളൊക്കെ സുഖമായിരുന്നു. അതിനു മുമ്പൊക്കെ എന്ന് വെച്ചാൽ പലരും കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹോസ്റ്റലുകളിൽ തന്നെ താമസിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഭാഷ പഠിക്കാതെ ഒരു നിവൃത്തിയില്ലെന്ന് മനസ്സിലായി. നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും കാര്യമില്ല, ഇവിടെ വന്ന് ഭാഷ പഠിച്ചേ പറ്റൂ. ഇവിടെ നമ്മൾ തറാപറ പഠിക്കണം. അതെ, ആദ്യം മുതൽ പഠിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അപ്പോൾ ഭാഷ പഠിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങി. അതുകൊണ്ട് മെച്ചം കിട്ടി. അപ്പോൾ ഒരു ചെറിയ ജോലികളൊക്കെ ചെയ്തു. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ UN കയറാൻ പറ്റി. അങ്ങനെ 28 കൊല്ലക്കാലം UN സർവീസിലിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് 2 കൊല്ലമായി. അപ്പോൾ ഇപ്പോൾ കുറച്ച് പള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വിശ്വാസ പരിശീലനത്തിന് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. പിന്നെ അല്പം യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതാണ്. അപ്പോൾ കുറച്ച് അതായത് ഈ പ്രായമായി വരുന്നവർക്കും ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, അതായത് നമ്മളെ ഇനി ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുക ഒരു ചെറിയൊരു ബോധവൽക്കരണമാണ് അതുകൊണ്ട് നടത്തുന്നത്. അല്ല നമ്മൾ ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലാതെ ചെയ്യുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പാണ് വന്നത്, 12 പേര്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വന്നത് തന്നെ ഞങ്ങൾ സിസ്റ്ററിനാണ് വന്നത്. അത് ഡിസംബറിലാണ് വന്നത്. നല്ല സമയം. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മാറി കയറണമായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ മാറി കയറുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ മഞ്ഞൊക്കെ പെയ്തിട്ട് ഭയങ്കര റൂക്ഷിക്കായിരുന്നു, അങ്ങനെ തെന്നലായിരുന്നു. ആരെങ്കിലും കൈ പിടിക്കാൻ തന്നാൽ കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കൈ പിടിച്ച് ഇറങ്ങാനായിട്ട് അവർ ഞങ്ങളെ പരിശ്രമിച്ചു. ഞങ്ങൾ കൂട്ടാക്കിയില്ല കൈയൊന്നും കൊടുക്കാൻ, ഞങ്ങൾ തന്നെ ഇറങ്ങി. പലരുടെയും ഒരാളുടെ തല പൊട്ടി. ആളുകൾ വന്ന് വെൽക്കം ടു സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കത്തില്ല. നാട്ടിൽ വെച്ച് നാട്ടിൽ നിന്ന് അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഷേക്കൻഡ് കൊടുക്കാൻ പാടില്ല. ഷേക്കൻഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ. ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ഞങ്ങൾ സാരി എടുത്തിട്ടും പിന്നെ ഒരു ഇറങ്ങാത്ത ഒരു സെറ്റർ ഇട്ടിട്ടാണ് വന്നിരുന്നത്. ഇവിടെ -10 ഡിഗ്രിയുള്ള സമയമാണ്, മുട്ടോളം മഞ്ഞുണ്ട്. ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഷൂ ഇട്ട് വന്നവരും പിന്നെ ചിലർ പാച്ചം തന്നെ ആ ഷൂ തന്നെ ഇടാണ്ട് പാച്ചം ഇട്ടവരൊക്കെയാണ് ഇവിടെ വന്നിരുന്നത്. അപ്പം ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളെ ജോലി ചെയ്യാൻ പോണ അവിടുത്തെ ഡയറക്ടറും അവിടുത്തെ സിസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓബറിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി ഡ്രസ്സും മാൻഡിലും എല്ലാ സാധനങ്ങളും കരുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാണ്ട് വരണമെന്ന് അവർക്കറിയാം. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലൈറ്റ് ഇറങ്ങിയ വഴിക്ക് തന്നെ അവർ ഞങ്ങളെ കാത്തു നിൽക്കണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാൻഡിൽ തന്നു. അതെങ്ങനെ മുട്ടോളം ഇറക്കുള്ള ഓരോ മാൻഡിൽ. അപ്പോൾ എല്ലാവരും ഓരോന്ന് വാങ്ങിച്ചിട്ടു. അത് ഞങ്ങൾ 6 മാസത്തോളം ഇവിടെ ഇട്ടു നടന്നു. കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല, ഞങ്ങൾ ഒരിക്കലും പോവില്ല. ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അവർ ക്രിസ്മസിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾക്കിത് തന്നത്. അങ്ങനെ ക്രിസ്മസിന് ഞങ്ങൾക്ക് അരി, ഉള്ളി ഇതൊക്കെ ഞങ്ങൾക്ക് അവർക്ക് സമ്മാനമായിട്ട് തന്നു. ഞങ്ങൾ ഇതൊക്കെ വെച്ച് കുറച്ച് മുളക് പൊടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് വെച്ച് ഞങ്ങൾ കഴിക്കും. പിന്നെ ഞങ്ങൾ ജോലിക്ക് പോകും, എല്ലാ ദിവസവും ജോലിക്ക് പോയി തിരിച്ചു വരും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊന്നും ഞങ്ങൾ കഴിക്കില്ല. സലാഡൊക്കെ കിട്ടിയത് ഞങ്ങൾ അതൊക്കെ വേവിച്ച് കഴിക്കും. അതൊക്കെ ചൂടാക്കി ഞങ്ങൾ വേവിച്ച് കഴിക്കും. പിന്നെ ഞങ്ങൾക്ക് പറ്റാത്തതൊക്കെ തിരിച്ചു കൊടുത്തയക്കും. ആദ്യത്തെ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി ചോറ് തന്നവര്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ഇവിടെ ചോറ് കിട്ടല്ലോ എന്ന് വിചാരിച്ചു. ചോറ് കിട്ടിയപ്പോ എല്ലാവരും ചോദിച്ചു ജർമ്മൻ അത്ര അങ്ങോട്ട് ഇതല്ല, ഞങ്ങൾ ഇത്തിരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിശപ്പാ. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും വേണം ചോർന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ലാങ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ എന്നുള്ള അർത്ഥത്തിന്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് കുറച്ചും കൂടി വേണമെന്നാണ്. ഞങ്ങൾക്ക് നിർത്തിണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കാരത്തിയാ. അവള് എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പണത് ഇങ്ങനെ ഭയങ്കര അങ്ങനെ കുറെ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടിയുണ്ട്. ഞങ്ങൾ ആദ്യം വന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 12 പേര് മാത്രമേ ഞങ്ങൾ അറിയുള്ളൂ.
പിന്നെ കുറെ കഴിഞ്ഞപ്പോഴൊക്കെയാണ് തോമസിനെയൊക്കെ പരിചയപ്പെട്ടത് ഞങ്ങള്. മനുഷ്യരൊന്നും കാണാറില്ല ഞങ്ങള്, കാരണം എല്ലാവരും ഈ തൊപ്പി വെച്ചിട്ടാണ് പോണത്. ഞങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഈ ഉടുപ്പുകളൊക്കെ മാറ്റി. ഒരു സിസ്റ്റർ ഞങ്ങളെ പറ്റി അറിഞ്ഞു വന്നു, ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ജാതി ഡ്രസ്സുകളൊന്നും ഇട്ട് നടക്കല്ലേ, ഇതിപ്പോ ഇവിടെ നിങ്ങൾ ഇട്ട് നടക്കരുത്, അതൊക്കെ ഉപേക്ഷിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരാൾ അത് കളഞ്ഞ് വേറൊരു ഡ്രസ്സ് മേടിക്കാൻ ഒരു കടയിലേക്ക് ഒരാൾ പോയി. ഞങ്ങൾ കടയിലൊന്നും പോവാറില്ല. ബാങ്കിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ നമ്പറുകളും കോണ്ടാക്ട് നമ്പറും ഒക്കെ അവർ തന്നത്. ഒരു ദിവസം ഞങ്ങൾ ബാങ്കിലെ കുറച്ച് പേര് കൂടി പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീണ്ടും ദോഷത്തിന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, ഈ ബാങ്ക് എപ്പോഴാ അടയ്ക്കണേന്ന് ഞങ്ങൾക്ക് അറിയണം. പക്ഷെ അവിടെ വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, എപ്പോഴത് കപ്പൂത്ത വന്ന് അവര് അത് നശിച്ചു പോവാന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്. ആരോ പിന്നെ ഒരു പെർഫ്യൂം മേടിക്കാൻ പോയി ഒരു കടയില്. അവിടെ വന്നിട്ട് ചോദിച്ചു, കുട്ട സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ ചീത്ത മണ്ണെന്നുള്ള അർത്ഥം. അവര് കുട്ടുന്നല്ല പറഞ്ഞു, സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വരാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഞങ്ങളെന്തോ തെറ്റ പറയണേന്നുള്ള കാര്യം, എന്തോ മണ്ണുള്ള സാധനം അവര് ചോദിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വന്നപ്പോൾ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാർ, പിന്നെ ഒരു അച്ഛനുണ്ടായിരുന്നു ഇവിടെ, വെള്ളക്കാസിന് ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങളെന്നും പച്ചരി മാത്രം, ഈ കിട്ടിയ അരി 10-20 കിലോ അരി ഉണ്ടായിരുന്നു. ക്രിസ്മസിന് കിട്ടിയതാണ്. ക്രിസ്മസിന് കിട്ടിയ ഒരുപാട് നാള് ഞങ്ങൾ അത് അരി വെച്ച് വെറുതെ, ഈ ഉള്ളിയും വേറെ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾ മേടിക്കാനൊന്നും പോയില്ല. ഇവര് തരുന്ന സാധനം ഞങ്ങൾ ഉള്ളിയിട്ട് കാച്ചി ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാറ് പതിവ്. യുകെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. സാധാരണ ഇപ്പോൾ ഈ ഡിഷൊക്കെ വെച്ച് അവരൊരു സർവീസ്, പിന്നെ അവരുടെ പിന്നാലെ നടന്ന് അതൊന്ന് കാറ്റത്ത് അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ കാണാതിരിക്കുന്ന പ്രശ്നമൊന്നും IPTVക്കില്ല. നിങ്ങൾ ഇൻ്റർനെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സാമാന്യ സ്പീഡിൽ എല്ലാ ചാനലുകളും നല്ല പിക്ചറും നല്ല സൗണ്ടിലും നിങ്ങളുടെ ടെലിവിഷനിൽ തന്നെ കാണാവുന്ന സെറ്റപ്പ് ബോക്സുകളുണ്ട്. ഞാൻ 79 വന്നാണ്, 35 വർഷം കഴിഞ്ഞു. ഞാൻ നാട്ടിൽ ഇവരെക്കാളും ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലിയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, കാർബോറട്ടം യൂണിവേഴ്സൽ കമ്പനിയിൽ. അവിടെ സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ കിട്ടിയ സമയത്താണ് പുള്ളിയായിട്ടുള്ളൊരു കണക്ഷൻ വന്നത്. അപ്പോൾ ഞാൻ ഫാക്ടറിയിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. 3 മാസത്തെ ലീവ് എക്സ്ട്രാ അലൗ ചെയ്തിട്ട് ഇവിടെ വന്നു, ടൂറിസ്റ്റ് വിസയായിട്ട്. അന്ന് ഫാമിലി വിസ എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിസ കിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന എൻ്റെ അറിവിൽ ആ ബാച്ചിൽ വന്നുള്ള എല്ലാ ഹസ്ബൻഡുമാരും എന്ന് വെച്ചാൽ വരുന്ന ഒരു ടൂറിസ്റ്റ് വിസ ഈസിയാണ്, പെട്ടെന്ന് കിട്ടും വിസ. ആള് പോണ്ട, എംബസിൽ വന്നു, ബൈ പോസ്റ്റിൽ വിസ വരും. അങ്ങനെ ഞാൻ 3 മാസത്തെ വിസയ്ക്ക് വന്നു. വിസിറ്റിംഗ് വന്നപ്പോൾ എന്നെ പോലെ കുറച്ച് പേര് ഇതേപോലെ ഭർത്താഭർത്തം സ്വീകരിച്ചു വന്നുള്ള കുറച്ച് പേര് വിസിറ്റിങ്ങിലുണ്ട്, അവിടെ ഉണ്ട്. എനിക്കും കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടായില്ല. കാരണം വെച്ചാൽ എല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഭാര്യ അവിടെ വന്നിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഫാമിലി വിസ എനിക്ക് കിട്ടി. അങ്ങനെ ഇവിടെ നിന്നു. എന്നെ ഫാക്ടറി ടെർമിനേറ്റ് ചെയ്തു. പിന്നെ ജോലിക്കാണ് ബുദ്ധിമുട്ട്. ജോലി സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു ഓസ്ട്രിയൻ ഫാമിലിനെ കണ്ട് പരിചയപ്പെട്ടിട്ട് അവർക്കൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ എല്ലാ കഥകളും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ സഹായിക്കാൻ തയ്യാറാണ്. പറ്റൽ മെറ്റൽ ആൻഡ് കെമി സെക്ഷൻ വർക്ക് പെർമിറ്റ് കിട്ടാൻ ആ ടൈമിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും കൊടുക്കില്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് വർക്ക് പെർമിറ്റ് കിട്ടാൻ ഒരിക്കലും കൊടുക്കില്ല, 100%. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം വാക്കൻസി കൊടുക്കും വർക്ക് പെർമിറ്റ്, പള്ളിയിലത്തെ കപ്പ്യാർ. അവർക്ക് എവിടെയെങ്കിലും വാക്കൻസി ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഒരു റെക്കമെൻഡേഷൻ വേണ്ട. അങ്ങനെ ഈ അപ്പാപ്പൻ എന്ന് ഫാക്ടറിയിലത്തെ ഉടമ എന്നെ ഒത്തിരി ട്രൈ ചെയ്ത് അവിടെ നിന്ന് എന്നെ ബ്ലാക്കിൽ അവിടെ നിന്നിട്ട് എന്നെ കുറേ മെക്കാനിക്കൽ സെക്ഷനിലുള്ള മൈക്രോമീറ്റർ ഇങ്ങനെയുള്ള പല മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കാൻ നോക്കി. അങ്ങനെ കുറച്ച് എഴുതി തരും. ഞാൻ എൻ്റെ ഭാഷയിൽ പറയും.
പുള്ളി അദ്ദേഹം ആൻഡ്രലിക് എന്ന് പറയും, അദ്ദേഹം മേരിയോട് പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് വളരെ ബ്രില്യൻ്റാണ്, സംസാരിക്കും ഒത്തിരി, പക്ഷെ കൈ കൊണ്ടാണ്. ഓ, കൈ കൊണ്ടാണ്. അപ്പോൾ നീ കൃത്യമായിട്ട് അവന് ജർമ്മൻ പഠിപ്പിക്കണം, അല്ലാതെ ബുദ്ധിമുട്ടാമെന്ന് പറഞ്ഞു. എങ്ങനെയോ പല റെക്കമെൻഡേഷനിലൂടെ എനിക്ക് ആ സെക്ഷനിൽ എനിക്ക് മെക്കാനിക്കൽ സെക്ഷനിൽ ഈ മെറ്റൽ കെമിക്കൽ സെക്ഷനിലേക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. ഞാൻ പഠിച്ച പോലെ അവിടെ എല്ലാ ഒരു CNC മെഷീൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമാറ്റിക് കമ്പ്യൂട്ടർ സിസ്റ്റം ആ ഇതിലാണ് എനിക്ക് വർക്ക് കിട്ടി, സെറ്ററായിട്ട്. എനിക്ക് ട്രെയിനിങ് കിട്ടി, എൻ്റെ കാരിയർ അവിടെ മുന്നോട്ട് നീങ്ങാൻ പറ്റി. അങ്ങനെ CNC മെഷീൻ സെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ഒരു 28 വർഷം അവിടെ വർക്ക് ചെയ്തു, ഒരേ സ്ഥലത്ത് തന്നെ. അവിടെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ വന്നു. ഇപ്പോൾ ഞാൻ പെൻഷൻ എന്ന് പറയാം, ഇവിടുത്തെ ഗവൺമെൻറ് രീതിയിൽ ഒരു എക്സ്ട്രാ നയം യൂത്തിന് ജോലി കൊടുക്കാൻ വേണ്ടി 60 വയസ്സും കഴിഞ്ഞവർക്ക് വീട്ടിലിരിക്കാം. 4 വർഷം ബാക്കിയുണ്ടെങ്കിൽ പെൻഷന് 2 വർഷം ഫുൾ ടൈം വർക്ക് ചെയ്യാൻ 50% സാലറി കിട്ടും. അതെനിക്ക് കിട്ടി. ഇപ്പോൾ 2 വർഷം കൂടി ഞാൻ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് 80% സാലറി കിട്ടും. ദെൻ റിട്ടയർഡ് ആവുന്നു. ഞാനിവിടെ വന്നത് 1980 ഡിസംബറിലാണ്. ഞങ്ങൾ വന്നപ്പോൾ ഈ ആദ്യമായിട്ട് വന്നവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു. 80 ആയപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പം ഷോപ്പുകളെല്ലാം വളരെ ക്ലീന്. അരിയിൽ ഞാനൊരു വീട്ടിലേക്ക് ആദ്യം എഴുതിയ കാര്യമാണ്, ഒരു അരി മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ കല്ലില്ല അരിക്കകത്ത്. അതാണ് ആദ്യമായിട്ട് കണ്ട വ്യത്യാസം. ഇന്ത്യയിലെല്ലാം കല്ലാണല്ലോ. നാട്ടിൽ കല്ലിടുന്നത് തൂക്കം കൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു 150 മലയാളികളാണ്. അന്ന് വന്നപ്പോൾ ഏത് മലയാളി വന്നാലും മീനാളുള്ളവർക്കെല്ലാം അറിയാം, വേറെ പുതിയ ആൾ വന്നു. പിന്നെ പരിചയപ്പെടുത്താനൊക്കെ കൊണ്ടുപോകും. അന്നുള്ള മലയാളികളൊക്കെയാണ് ഇപ്പോഴും. ഇവരെല്ലാം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കാരണം ആദ്യത്തെ മലയാളികൾ ഇന്ന് പക്ഷേ പണ്ടത്തെ പോലെ നമ്മൾ അധികം കയറി ഇറങ്ങാനൊന്നും സമയമില്ല. കാരണം ഫാമിലിയായി, സെക്കൻഡ് ഫാമിലിയായി, അവരുടെ കുടുംബം, അവരുടെ കുട്ടികളായി, അങ്ങനെയൊക്കെ ആയി വികസിച്ചു. 2-3 തലമുറയായി. അവനവൻ്റെ കുടുംബത്തിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളായി. അങ്ങനെയുള്ള കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ച് ജോലിയെ സംബന്ധിച്ച് ഞാൻ വന്നപ്പം എനിക്ക് ആകെ അന്നൊക്കെ വന്നാൽ 3 മാസത്തിനും ജോലി കിട്ടും. ഭാഷ അറിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും. പക്ഷേ ഞാൻ ആകെ മാനം പഠിച്ചു 1 മാസത്തെ ജർമ്മനാണ്. അപ്പോൾ എങ്ങനെയാലും ഒന്ന് ജോലി കയറി ആവണം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാലും ഒരു ജോലി ചെയ്യണം. അപ്പോൾ 3 കാര്യം ഞാൻ വൈകിട്ട് പറിച്ചു. പേരെന്താണ്, എത്ര വയസ്സുണ്ട്, എവിടെ നിന്നാണ് വന്നത്, ഈ 3 കാര്യം അറിയാം. ഇത് വൈകിട്ട് പഠിച്ചിട്ടാണ് ജോലിക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു അമ്മമ്മ എന്തോടെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞു. കാരണം മാറിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, ജർമ്മനിൽ പറയുമ്പോൾ ആർമസ്കിൻ്റെ എന്ന് പറഞ്ഞാൽ പാവം കൊച്ച്, അതിന് ഇവിടെ ആരുമില്ലായിരിക്കും, ഭാഷ അറിയത്തില്ലല്ലോ, ഭയങ്കര സിമ്പതി അവർക്ക് നമ്മളോട്. പക്ഷെ ആ സിമ്പതി വെച്ച് നമ്മളെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ അത്രയും കൺസിഡറേഷനൊന്നും ഇല്ല ജോലിക്കൊന്നും. എന്നാൽ അതൊക്കെ അവർക്കത് മനസ്സിലാക്കി നമ്മളോട് അവർ പെരുമാറിയിട്ടുണ്ട്. എന്താണ് ഈ ഓസ്ട്രിയയിലെ ആൾക്കാരെ കുറിച്ചുള്ള പൊതുവായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ? ഓസ്ട്രിയയിലുള്ള ആൾക്കാർക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവരുടെ ചില കാര്യങ്ങൾ അവരുടെ കൾച്ചറാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ കൾച്ചറിനെ കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാനും പോലും പറ്റില്ല. കാരണം സപ്പോസ് നമ്മുടെ അറേഞ്ച് മാരേജ്, അവർക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിയാത്ത ഒരാൾ, ആ സ്വഭാവം അറിയാത്ത ഒരാൾ, ഇവർ മീൻ ചെയ്യുന്നത് സ്വഭാവത്തെക്കുറിച്ചാണ്. ഒത്തൊരുമ. നമ്മളിപ്പം ഫ്രണ്ട്സാണെങ്കിൽ തന്നെ നമ്മൾ എത്ര നല്ല ഫ്രണ്ട്സാണെന്ന് വിചാരിച്ചാൽ അടുത്തറിയുമ്പോഴാണ് അവരുടെ റിയൽ കളർ അറിയുന്നത്. അപ്പോൾ നമ്മൾ അകന്നു പോകുന്നു. പക്ഷേ എത്ര ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അടുത്തറിയുമ്പോൾ ചിലപ്പോൾ അവരുടെ സിൻസിയറിറ്റി, അവരുടെ ആ പെരുമാറ്റത്തെ നമ്മൾ അവരുടെ എടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവർ ആളുകളെ അറിയണം, ഇവർക്ക് കല്യാണം കഴിക്കാൻ. പക്ഷെ നമ്മൾ അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളത് വാർഡിലൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ കൂട്ടുകാരുടെ കൂടെ വളരെ ആർഗ്യുമെൻ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്വന്തമായിട്ടുള്ളത് അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ്? ലവ് കണ്ടറിയാം, ഇപ്പോഴും ഒരു കുട്ടപ്പനായിട്ട്. പക്ഷേ കുഴപ്പമില്ല, എല്ലാ ആലസോക്കെ, എവറിത്തിങ്സ് ഓക്കെ. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ജർമ്മൻ്റെ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ അന്നത്തെ ക്രൈം എന്നുള്ള സംഗതി ഇവിടെ തീരെ ഇല്ല. അത് വന്നത് തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ തുറന്നു കൊടുത്തല്ലോ. അതിനുശേഷമാണ് ഇവിടെ ഈ പിക്ക് പോക്കറ്റ് അങ്ങനത്തെ എല്ലാ തട്ടിപ്പുകളും, ഭവനവേദന ഇതൊക്കെ തുടങ്ങാൻ തന്നെ കാരണം. അതിനുശേഷമാണ് ഈ വിദേശികളെ പറ്റിയിട്ട് ഇവർക്ക് നമ്മുടെ പേരിൽ ഒരു മോശം അഭിപ്രായമുള്ള പ്രധാന കാരണം. അതുവരെ വളരെ സൗഹാർദ്ദപരമായിട്ടും ഏത് തരത്തിലും അവർ നമ്മളെ സഹായിക്കാനും കാര്യങ്ങളും ചെയ്തു. പിന്നെ ആഫ്രിക്ക അങ്ങനെ പല സ്ഥലത്തും വന്ന് അവരെല്ലാ തട്ടിപ്പുകളും കാണിച്ചു. പ്രത്യക്ഷത്തിൽ വിദേശികളല്ലേ, നമ്മൾ അതിനകത്ത് പെട്ടു. അങ്ങനെയാണ് അവരുടെ ഇത് മാറുന്നത്.
ഞാനിവിടെ വന്ന സമയത്ത് ആദ്യം വന്നത് ഈജിപ്റ്റ് എയറിനാണ്. അന്ന് ഇവിടുത്തെ എയർപോർട്ട് തന്നെ ചെറിയ എയർപോർട്ടാണ്, 10 മണി വരെ ഉള്ളൂ. രാത്രി 10 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. 10 മണിക്ക് അടയ്ക്കും. അതെ, വൈഫ് കൊണ്ടുപോകാനായിട്ട് വന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് ഈജിപ്റ്റ് എയർ അന്നും ഇന്നും ഒരുപോലെ അല്പം ലേറ്റാണ്, ഒരു ഉറപ്പില്ലാത്തതാണ്. അത് 6 മണിക്കൂറോ മറ്റോ കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ വൈഫ് തിരിച്ചു പോയി. ഞാൻ രാത്രി 10 മണിയായിട്ട് വന്നു. അപ്പോൾ അവർ എയർപോർട്ട് അടയ്ക്കാൻ നിൽക്കുക. എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതായത് വിസയുണ്ട്, വിസ എടുത്തിട്ടുണ്ട്, വേറെ പൈസയൊന്നുമില്ല, കാരണം വൈഫ് വന്ന് കൊണ്ടുപോകും. അപ്പം ഞാൻ അവസാനം ഒരു ടാക്സി 2 വാക്കിലോ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞ് എൻ്റെ പൈസയില്ല, അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ സിറ്റിയിലേക്ക് വന്ന് നോക്കി പൈസ ഇല്ലെന്നുള്ളത് മനസ്സിലായി കാണുന്നത്. ഞാൻ പറഞ്ഞു അവിടെ വന്ന് തരാമെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് പറഞ്ഞു, കാരണം അബദ്ധത്തിൽ ചെന്ന് പെടരുതല്ലോ. അങ്ങനെ ഞാൻ വൈഫ് ജോലി ചെയ്യുന്ന അവിടെ നഴ്സിംഗ് ക്വാർട്ടേഴ്സിൽ ചെന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ 10 മണി കഴിഞ്ഞാൽ ക്ലോസ്ഡാ. പിന്നെ ഞാൻ ചുറ്റുമൊക്കെ നടന്നിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല. ഈ ടാക്സിക്കാരൻ എൻ്റെ ഒപ്പം ഉണ്ട്. ടാക്സിക്കാരൻ കാശ് കിട്ടാതെ പോവില്ല. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ പോയി റിസപ്ഷനിൽ പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിസ്റ്റ് അയാൾക്ക് മനസ്സിലായി ഇന്ന ആളുടെ വൈഫാണെന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ ഈ ടാക്സിക്കാരനെ പറഞ്ഞു വെച്ച് എന്നോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് 7 മണിയായാലേ തുറക്കുള്ളൂ. അതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ റിസപ്ഷനിൽ ഇരിക്കുക. അങ്ങനെ അവിടേക്ക് ബൈ ചാൻസിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് പോലീസിൻ്റെ വണ്ടി അവിടേക്ക് വന്നു. അങ്ങനെ അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ബോറടിക്കണ്ടെന്ന്. ഒരാൾ കുറേശ്ശെ ഇംഗ്ലീഷ് പറയായിരുന്നു പോലീസ്. ഞാൻ പറഞ്ഞു വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ സിറ്റി കാണാമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി രാത്രിയിൽ ഒരു 3 മണിക്കൂർ നേരം അവരെന്നെ കറക്കി. നമ്മളെ പോലീസ് വണ്ടി കയറി കറങ്ങാൻ പോയുണ്ടല്ലോ. അല്ലല്ല, ആ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അവരിടയ്ക്ക് എനിക്ക് ചായ വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞ് 5 മണിക്ക് അവരുടെ ഡ്യൂട്ടി മാറും. അപ്പോൾ അവർ വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അവർ പോയി ബൈ ബൈ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ജർമ്മൻ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ട്. അതങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ടീ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ടീ എന്ന് പറഞ്ഞാൽ അവർ ബൈ ചാൻസ് ചോദിച്ചു കോഫിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല ടീ എന്ന് പറഞ്ഞു. ഒരു രക്ഷയും കിട്ടുന്നില്ല. അപ്പം ഞാൻ വെറുതെ സ്വയം പറഞ്ഞു ഒരു ചായ കിട്ടാൻ പറ്റാതായല്ലോ എന്ന് മനസ്സിലായി. അത് പറഞ്ഞപ്പോൾ ചായ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ചായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. മലയാളം വേൾഡ് ഭാഷയല്ലേ, മലയാളം എന്നാണല്ലോ പറയുന്നത്. മലയാളം എവിടെ പറഞ്ഞാലും നിങ്ങൾ ഭൂലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് പോയി പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.